ഹായ് ഓൾ. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ റിവർ സ്പീഷീസാണ് ഗംഗാ ഡോൾഫിൻ അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗയിൽ കാണുന്ന ഡോൾഫിൻ സ്പീഷീസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ നമ്പർ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കോംപ്രഹെൻസീവ് സർവേ നടത്തുകയുണ്ടായി. നടത്തിയെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം എടുത്തിട്ടാണ് ആ സർവേ പൂർത്തിയാക്കിയത്. ആ സർവേയുടെ റിപ്പോർട്ട് റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോംപ്രഹെൻസീവ് ഗംഗ ഡോൾഫിൻ സർവേ റിപ്പോർട്ട് പബ്ലിഷ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കുറച്ചധികം കണ്ടൻറ്റുകളുണ്ട്. നമ്മുടെ റിവർ ഡോൾഫിനുകളുടെ നമ്പർ എത്രയാണ്, ഏതൊക്കെ നദികളിലാണ്. ഇപ്പം ഗംഗാ ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ ഗംഗയിൽ മാത്രമല്ല, ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള റിവേഴ്സിലും ആ ഡോൾഫിൻ്റെ സാന്നിധ്യമുണ്ട്. ഇൻഡസ് റിവർ സിസ്റ്റത്തിലും ആ റിവറിൻ്റെ ആ ഒരു സ്പീഷീസിൻ്റെ സാന്നിധ്യമുണ്ട്. ബ്രഹ്മപുത്ര ഡെൽറ്റയിലും ഈ ഒരു സ്പീഷീസിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്പീഷീസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ നമ്പർ കൂടുതലായിട്ട് വരുന്നത്, ഇൻഫാക്ട് ഇനി സ്റ്റേറ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ ഉള്ളത്, ഏറ്റവും കുറവുള്ളത്, അങ്ങനെയുള്ള രീതിയിലേക്കുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. പിന്നെ നമുക്ക് അറിയാവുന്ന കൂട്ട് തന്നെ ഇത് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി വർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംരക്ഷിക്കേണ്ട ജീവി വിഭാഗത്തിൻ്റെ പട്ടികയിലുള്ളതാണ് ഗംഗാ ഡോൾഫിൻ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ഡോൾഫിൻ എന്ന് പറയുന്ന ഈ ഒരു ഡോൾഫിൻ വിഭാഗം. സോ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പഠിച്ചു നോക്കുക, റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ആരാണ് അല്ലേ. ഈ ഇന്ത്യാസ് ഫസ്റ്റ് കോംപ്രഹെൻസീവ് പോപ്പുലേഷൻ എസ്റ്റിമേഷൻ ഓഫ് റിവർ ലൈൻ അല്ലെങ്കിൽ റിവർ ഡോൾഫിൻ, ഗംഗാ ഡോൾഫിൻ, അത് ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ 2014 അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടെനർ ഓഫ് ടൈമിൽ തന്നെ ഗംഗയിലെ വളരെയധികം യുണീക്കായിട്ടുള്ള സ്പീഷീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമാമി ഗംഗ ക്യാമ്പയിൻ, അതുപോലെയുള്ള ഒരുപാട് ജൽശക്തി ക്യാമ്പയിൻ, അങ്ങനെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ ഗവൺമെൻറ് നടപ്പാക്കി. സോ ഈ ഗവൺമെൻറ് നടപ്പാക്കിയ ഈ എഫേർട്ടുകളുടെ ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സർവേ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2021 ആൻഡ് 2023. ഞാൻ നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കാലം എടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ തയ്യാറാക്കിയത്. അപ്പം 2021, 2023 ഈ ഒരു കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് 2 years ആയിട്ട് നടത്തിയ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സർവേ ആണ് ഇതെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ സർവേ നടന്നിട്ടുള്ളത് ഗംഗ ബ്രഹ്മപുത്ര ബേസിനിലാണ്. അപ്പം നമുക്ക് അറിയാലോ, ഈ ഹിമാലയൻ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഡസ് റിവർ സിസ്റ്റം ഉണ്ട്, ഗംഗാ റിവർ സിസ്റ്റം ഉണ്ട്, ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ഉണ്ട്. അവിടെ പ്രധാനമായിട്ട് ഗംഗാ ബ്രഹ്മപുത്ര ബേസിനിലാണ് ഈ സർവേ എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സർവേയുടെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആവറേജ് 6324 6324 റിവർ ഡോൾഫിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ ഈ ഗംഗാ ബ്രഹ്മപുത്ര ബേസിനിലാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ഇൻഡസ് റിവർ ബേസിൻ്റെ ഭാഗമായിട്ടുള്ള ബിയാസ് റിവറിൽ ഒരു 3 ഡോൾഫിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഗംഗയിലും ബ്രഹ്മപുത്രയിലും മാത്രമല്ല ഈ റിവർ ഡോൾഫിൻ്റെ സാന്നിധ്യം ഉള്ളത്. അത് എങ്ങോട്ട് മാറുന്നു, ഇൻഡസ് റിവർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബിലെ ബിയാസ് നദിയിൽ നിന്ന് ഒരു 3 എണ്ണത്തെ, ഓൺലി 3 എന്ന് പറഞ്ഞാലും, സോ അതിന് വളരാൻ ആവശ്യമായിട്ടുള്ളൊരു ഇക്കോ സിസ്റ്റം ഇൻഡസ് റിവറിലും ഉണ്ട് എന്നൊരു കണ്ടെത്തൽ ഈ ഒരു സർവേ പ്രധാനമായിട്ടും നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്പർ നോക്കുകയാണെങ്കിൽ 6324 ആണ്, കുറവാണ്. ഓക്കെ, മോർ ദാൻ 10,000 ഒക്കെ ഉണ്ടായിരുന്ന ഒരു പീരീഡ് നമുക്കുണ്ടായിരുന്നു, അൺഒഫീഷ്യലി ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാവുന്ന കൂട്ട് തന്നെ ഗംഗാ നദിയിലുണ്ടായിട്ടുള്ള, ഗംഗാ ബേസിനിലുണ്ടായിട്ടുള്ള അക്യൂട്ട് പൊല്യൂഷൻ, ഹ്യൂമൻ ഇൻ്റർഫേസ്, ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു റിവർ ഡോൾഫിൻ്റെ നമ്പർ ഭയങ്കരമായിട്ട് താഴ്ന്നു പോയത്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ, കണ്ടക്റ്റഡ് ബൈ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരുമായി സഹകരിച്ചിട്ടാണ് ഈ ഒരു സർവേ അല്ലെങ്കിൽ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തിയത്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അണ്ടർ ദി യൂണിയൻ മിനിസ്റ്ററി ഓഫ് എൻവയോൺമെൻറ്റ്. അപ്പോൾ യൂണിയൻ മിനിസ്റ്ററി ഓഫ് എൻവയോൺമെൻറ്റ് അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഈ സർവേ നടത്തിയത്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും, ഇന്ത്യാസ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് റിവർ ഡോൾഫിൻ സർവേ കണ്ടക്റ്റഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? ആൻസർ എന്താണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ഗംഗ ഡോൾഫിൻ്റെ പ്രിസർവേഷനുമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യാസ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് റിവർ ഡോൾഫിൻ അല്ലെങ്കിൽ ഗംഗ ഡോൾഫിൻ സർവേ നടത്തിയത്. കവേർഡ് 28
rivers by boat and 30 rivers by road across the Ganga, Brahmaputra and Bias river basin. So total ഏകദേശം 58 റിവേഴ്സിലാണ് സർവേ നടത്തിയത്. ഗംഗ, ബ്രഹ്മപുത്ര, അതേപോലെ തന്നെ നമ്മളുടെ ഇൻഡസ് റിവർ ബേസിൻ. ഇൻഡസ് റിവർ ബേസിനകത്ത് ഏത് വരുന്നേ ഉള്ളൂ? ബിയാസ് എന്ന് പറയപ്പെടുന്ന റിവറിന് മാത്രമേ ഉള്ളൂ. അവിടെ 3 എണ്ണത്തെ കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 58 റിവേഴ്സിലാണ് ഈ സർവേ നടത്തിയത്. അതിനകത്ത് 28 റിവേഴ്സിൽ ബോട്ട് പ്രകാരം നടത്തിയ സർവേയും 30 എണ്ണത്തിൽ റോഡ്, മനസ്സിലായല്ലോ, ബൈ റോഡ് എന്നുള്ള രീതിയിലാണ് നടന്നിട്ടുള്ളത്. ഗംഗ, ബ്രഹ്മപുത്ര, ബിയാസ് റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ ഏത് റിവർ ബേസിൻ ആണെന്ന് നമുക്കറിയാം അല്ലെ? ഇൻഡസ് റിവർ ബേസിൻ ആണെന്ന് നമുക്കറിയാം. മനസ്സിലായല്ലോ? ഓക്കെ, സർവേ നടത്തിയ ഒരു ലെങ്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗംഗയും ഗംഗയുടെ ട്രിബ്യൂട്ടറീസും, ഗംഗാ നദി അറിയാലോ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി അല്ലയോ? 2525 കിലോമീറ്റർ ആണ് അപ്രോക്സിമേറ്റ് അതിന്റെ ലെങ്ത്. ഓർത്ത് നോക്കാൻ എളുപ്പമാണ്, 25 അല്ലെ? 2525 കിലോമീറ്റർ ആണ് അതിന്റെ അപ്രോക്സിമേറ്റ് ലെന്ത്. പിന്നെ അതിന് വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസും ഉണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർത്ത് 7109 കിലോമീറ്റർ, 7109 കിലോമീറ്ററിൽ ഗംഗാ നദിയിലും ബ്രഹ്മപുത്ര ബേസിനിലെ 1297 കിലോമീറ്റർ, അതായത് 1297 കിലോമീറ്ററും, അതുപോലെ തന്നെ ബിയാസ് റിവർ, ഇൻഡസ് റിവറിൽ ഒറ്റ ഒരു നദിയിൽ മാത്രമേ ഇതിന്റെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ലെങ്ത് ആയിട്ടുള്ള 101 കിലോമീറ്ററിലും എന്ത് നടത്തിയിട്ടുണ്ട്? ഈ സർവേ നടത്തിയിട്ടുണ്ട്. അപ്പം 2021 മുതൽ 2023 വരെ നടന്ന ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവ് ആയിരുന്നു. ഒരുപാട് ലെങ്ത് അവർ കവർ ചെയ്തു, ഒരുപാട് ജിയോഗ്രഫിക്കൽ ഏരിയ അവരെന്ത് ചെയ്തു? കവർ ചെയ്യുകയുണ്ടായി. സോ അങ്ങനെ ഈ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് നോക്കിയേ. ടോട്ടൽ അപ്രോക്സിമേറ്റ്ലി 6324 എന്ത് ചെയ്തിട്ടുണ്ട്? റിവർ ഡോൾഫിന്റെ സാന്നിധ്യം ഇത്രയും സ്ഥലങ്ങളിൽ, ഗംഗ, ബ്രഹ്മപുത്ര, ബിയാസ്, ഈ 3 റിവർ ബേസിൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ആണ് എന്ന് പറയുന്നു. ഈ നമ്പർ 5977-നും 6688-നും ഇടയിലേക്ക്, ആ ഒരു നമ്പറിന്റെ ഇടയിലേക്കൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 6324 എന്ന് തന്നെ ഉത്തരം എഴുതുക. ഏറ്റവും കൂടുതൽ ഗംഗാ ഡോൾഫിന്റെ സാന്നിധ്യം ഉള്ളത് ഗംഗാ മെയിൻ സ്ട്രീമിൽ തന്നെയാണ്. അവിടെ ആകെയുള്ള ഡോൾഫിനുകളിൽ 3275 ഡോൾഫിൻസ് ഗംഗ മെയിൻ സ്ട്രീമിലാണ് ഉണ്ടായിട്ടുള്ളത്, ഗംഗാ നദിയിലാണുള്ളത്. ഓക്കെ, ഗംഗയുടെ ട്രിബ്യൂട്ടറീസിൽ കണ്ടെത്തിയത് 2414, 2414. നമ്മൾ പറയത്തില്ലയോ ഗംഗയുടെ വിവിധ ട്രിബ്യൂട്ടറീസിന്റെ പേര് നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ എന്താണ്? യമുന അല്ലെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറീസ് ആണ്. അങ്ങനെ ദാമോദർ, അങ്ങനെ പല ട്രിബ്യൂട്ടറീസും ഉണ്ട്. ആ ട്രിബ്യൂട്ടറീസിൽ കാണപ്പെടുന്ന, ട്രിബ്യൂട്ടറി ആയിട്ടുള്ള നദികളിൽ കാണപ്പെടുന്ന ഡോൾഫിന്റെ നമ്പർ എന്ന് പറയപ്പെടുന്നത് 2414 ആണ്, 2414 ആണ്. ഓക്കെ, ബ്രഹ്മപുത്ര ബേസിനിൽ 584, ബ്രഹ്മപുത്ര നദി ബേസിനിൽ കണ്ടെത്തുന്നത് എത്രയാണ്? 584 ഡോൾഫിനുകളെയാണ് സാന്നിധ്യപ്പെട്ടത് ബ്രഹ്മപുത്ര നദിയിൽ. ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് കണ്ടെത്തിയത് 51 ആണ്. ഇൻഡസ് റിവർ ഡോൾഫിൻ എന്ന് പറയപ്പെടുന്നത് ഓൺലി 3 ആയിരുന്നു. സിന്ധു നദീതട സംസ്കാരം, സിന്ധു നദി അല്ലെ, സിന്ധു നദിയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ബിയാസ് റിവറിൽ മാത്രമാണ് എന്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? നമ്മളുടെ ഗംഗാ ഡോൾഫിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വന്നേക്കാം. Only Indus River tributary that has the presence of Ganga dolphin. ഗംഗാ ഡോൾഫിന്റെ സാന്നിധ്യമുള്ള സിന്ധു നദി വ്യവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ ഇൻഡസ് റിവർ സിസ്റ്റം ഉണ്ടോ? സാധാരണ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് എന്താണ്? ഇൻഡസ് റിവർ സിസ്റ്റത്തിന് കൂടാതെ ഗംഗാ റിവർ സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ ഡോൾഫിൻ എവിടെയുള്ളൂ? ഗംഗാ റിവർ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഗംഗയിൽ മാത്രമല്ല, ബ്രഹ്മപുത്രയിലും ഉണ്ട്, ഇൻഡസ് റിവർ സിസ്റ്റത്തിലുണ്ട്. ഇൻഡസ് റിവർ സിസ്റ്റത്തിൽ പരിമിതമായിട്ടുള്ള നമ്പറാണുള്ളത്. 3 എണ്ണത്തെ മാത്രമേ, എത്ര എണ്ണത്തെ മാത്രമേ കണ്ടെത്തപ്പെട്ടുള്ളൂ? 3 എണ്ണത്തെ മാത്രമേ കണ്ടെത്തപ്പെട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഓരോ സ്റ്റേറ്റ് വൈസ് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഗംഗാ ഡോൾഫിൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ, ആകെയുള്ള നമ്പറിന്റെ 2397, 2397 ഡോൾഫിനുകളുടെ സാന്നിധ്യമുള്ളത് യു പിയിലാണ്. ബീഹാറിൽ 2220, 2220. വെസ്റ്റ് ബംഗാളിൽ 815, 815. ജാർഖണ്ഡിൽ 162, 162. രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ് 2 സംസ്ഥാനങ്ങളുടെ 95, 95. പഞ്ചാബ് 3.
അപ്പോൾ ഏറ്റവും കൂടുതൽ ഗംഗ റിവർ ഡോൾഫിന്റെ സാന്നിധ്യം ഉള്ളത് യു-പിയിലും ഏറ്റവും കുറവ് പഞ്ചാബിലുമാണ്. ഏറ്റവും കുറവ് പഞ്ചാബിലുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. സോ ഈ കോംപ്രിഹെൻസീവ് റിപ്പോർട്ട് ഓൺ ഇന്ത്യാസ് ഫസ്റ്റ് റിവർ ഡോൾഫിൻ സർവേ എന്ന കണ്ടന്റിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ, അത് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ചരിത്രത്തിലായിക്കോട്ടെ, കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്രത്തിലായിക്കോട്ടെ, പ്രീ കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്രത്തിലായിക്കോട്ടെ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ റിവർ ഡോൾഫിനെ എന്ത് ചെയ്യുന്നത്, സർവേ ചെയ്യുന്നതും അതിൻ്റെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും. കാര്യം ഇത് എന്താണ്, നമ്മളുടെ നാഷണൽ റിവർ സ്പീഷീസ് ആണ് അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് പോകുന്നതാണ് ഇന്ത്യാസ് നാഷണൽ റിവർ സ്പീഷീസ്. ഏതാണ്? ഗംഗ ഡോൾഫിൻ. നമ്മൾ വായിച്ചിട്ടുണ്ട് ഗംഗയിലെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായി ഡംപ് ചെയ്യുന്ന വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇവയെല്ലാം ഇതിൻ്റെ ഈ പാവം പിടിച്ച ജീവിയുടെ മരണത്തിന് കാരണമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വംശനാശത്തിന് കാരണമാകുന്നു എന്ന്. അപ്പം ഈ വംശനാശം കുറയ്ക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ആയിട്ടുള്ള ഒരു സർവേ ആയിരുന്നു ഇത്. 2021 മുതൽ 2023 വരെ നടത്തിയ പഠനങ്ങളാണ് 2025 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. ഉറപ്പായിട്ടും ഈ സർവേയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8714764666. അതോടൊപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക വഴിയും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായി കാണാം. ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം ഇൻട്രിയ. താങ്ക് യു.